വെൽക്കം ഓൾ. നമ്മളിന്ന് RRB ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സുകാർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പഠിക്കേണ്ട സബ്ജക്ട്സും അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഓരോ സബ്ജക്റ്റിന് കൊടുക്കണം എന്നുള്ളതും നമുക്ക് ഒന്ന് നോക്കാം. ബ്രോഡ്ലി എങ്ങനെയാണ് നമ്മൾ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതും ഞാനിതിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്നിക്കൽ എബിലിറ്റീസിൽ ഇതിൽ ചോദിക്കുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ്. അടുത്തത് EDC അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്. ഒത്തിരി വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റാണ് ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്. ദെൻ നമുക്ക് വരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. കുറച്ച് എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ദെൻ ലീനിയർ ഇൻ്റർഗ്രേറ്റഡ് സർക്യൂട്ട്. അത് കഴിഞ്ഞിട്ട് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ, പിന്നെ ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ്. പിന്നീട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അതിനുശേഷം ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക്, ദെൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഫൈനലി നമുക്ക് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മിസലേനിയസ് ടോപ്പിക്സ് നമുക്കുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൺട്രോൾ സിസ്റ്റംസ് എന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പറയുമ്പോൾ കൂടെ തന്നെ അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും കൂടെ നമുക്ക് ഇലക്ട്രോണിക്സുകാർക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നിന്നും പിന്നെ കൺട്രോൾ സിസ്റ്റം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ ഇതിൽ ഓരോന്നിനും കഴിഞ്ഞ വർഷം ചോദിച്ചതിലുള്ള വെയിറ്റേജ് നമുക്കൊന്ന് അറിയാം. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്രമാത്രം മാർക്കിനാണ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ് അതിൽ നിന്ന് 7 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, കുറച്ച് തിയറി ഉള്ളതാണ്. അതിൽ കുറച്ച് ചോദ്യങ്ങൾ തന്നെ നമുക്ക് ഈ ഫിസിക്കൽ ലെയർ നമ്മൾ പഠിക്കുമല്ലോ, OSI ലെയറിൽ. അപ്പം അതിൽ വരുന്ന ഒപ്റ്റിക്കൽ കേബിൾ, പിന്നെ അടുത്തത് നമ്മുടെ ഡയോഡ്സ്, പലതരത്തിലുള്ള റെക്ടിഫയേഴ്സ്, അതിനെക്കുറിച്ചും ഒക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ദെൻ രണ്ടാമത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ EDC. അതിൽ നിന്ന് 17 മാർക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണിത്. പിന്നെ വരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അതിൽ നിന്ന് 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് പഠിച്ചു തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് കുറച്ച് എളുപ്പമായിട്ടുള്ള ഒരു മേഖലയാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. പെട്ടെന്ന് കവർ ചെയ്ത് തീർക്കാൻ പറ്റുന്ന പോർഷൻസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉണ്ട്. അപ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വെച്ച് നമുക്ക് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ നമുക്കുള്ള ഒരു മോട്ടിവേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ദെൻ വരുന്നത് LIC ആണ്, ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പം അതും ഈക്വൽ വെയിറ്റേജ് ആണുള്ളത്, 14 മാർക്സ് ആണ്. ദെൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ, അതും നമുക്ക് വരുന്നത് അത് 7 മാർക്കിനാണ് ഉള്ളത്. അതിൽ തന്നെ മൈക്രോ കൺട്രോളർ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കുക. ദെൻ വരുന്നത് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ് ആണ്. അതിൽ ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സും ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. അത് പലതരത്തിലുള്ള മോട്ടേഴ്സും മറ്റുമൊക്കെയാണ് വരുന്നത്. ഇറ്റ് ഈസ് ഫോർ 9 മാർക്സ്. ദെൻ നമുക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കുമ്പോൾ അത് 14 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ OSI ലെയേഴ്സ്, പലതരത്തിലുള്ള പ്രോട്ടോകോൾസ് എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലെയറിലാണ് പഠിക്കുന്നത്. ദെൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക്, അത് 11 മാർക്കിനാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് നമുക്ക് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കഴിഞ്ഞിട്ട് വരുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അത് 13 മാർക്കിന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് വെച്ചിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസിൻ്റെ സിലബസ് നോക്കാം. അപ്പം ഇതിൻ്റെ വെയിറ്റേജ് കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് ഒരു 7 മാർക്കിനാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. അപ്പം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്, തിയറട്ടിക്കായിട്ടുള്ളതാണ് സംഭവം. അപ്പോൾ അതിൽ ആദ്യം കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടക്ഷൻ ലെവൽ ബാൻഡ് എന്താണ്, വാലൻസ് ബാൻഡ് എന്താണ്, പിന്നെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. അത് വെച്ച് തന്നെ 3ആയിട്ട് മെറ്റീരിയൽസിനെ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ളത്
പഠിക്കുക. അതിൽ തന്നെ നമ്മൾ ജെർമേനിയത്തിനെ കുറിച്ചും സിലിക്കണെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇനി അതിനെ ഡോപ്പ് ചെയ്ത് എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക്കും സെമി കണ്ടക്ടേഴ്സ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. അപ്പം പ്യൂർ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. അതായത് സെമി കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതിൽ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്താണ്, അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇപ്പോൾ ഫോസ്ഫറസ്, ആർസനിക്, ഗാലിയം, പിന്നീട് അതുപോലുള്ള കാര്യങ്ങൾ, ബോറോൺ, അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇനി വരുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ നമ്മൾ പാരാമാഗ്നറ്റിസം പഠിക്കണം. പിന്നീട് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ആന്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് കുറിച്ചൊക്കെ പഠിക്കുക. പിന്നെ അയൺ, നിക്കൽ, കൊബാൾട്ട് അതുപോലുള്ള ഇതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതെല്ലാം തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുക. ഇനി ജോയിന്റിങ് ആൻഡ് ക്ലീനിങ് മെറ്റീരിയൽസ് അത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് സോൾഡറിങ്ങിനെ കുറിച്ച് പഠിക്കുക, വെൽഡിങ്ങിനെ കുറിച്ച് പഠിക്കുക, പിന്നെ പലതരത്തിലുള്ള ജോയിന്റ്സ് പഠിക്കുക, അതിൽ ലാബ് ജോയിന്റ് എന്താണ്, പിന്നെ അത് അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി മാത്രം വെച്ചാൽ മതി. ഇനി ക്ലീനിങ് മെറ്റീരിയൽസ് പറയുമ്പോഴത്തേക്കും ഫ്ലക്സ് റിമൂവൽ പോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നീട് നമ്മൾ പഠിച്ചു വരുന്നത് കേബിൾസ്, പലതരത്തിലുള്ള കേബിൾസിനെ കുറിച്ചാണ്. അതിൽ ഒപ്റ്റിക്കൽ ഫൈബർ എന്താണെന്നും പഠിക്കുക. പിന്നെ കൊയാക്സിയൽ കേബിൾ, കോപ്പർ കേബിൾസിൽ വരുമ്പോൾ കൊയാക്സിയൽ കേബിൾ എന്താണെന്ന് പഠിക്കുക. പിന്നെ UTP, അതായത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, പിന്നീട് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, അതുകൊണ്ട് STP എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഫാസ്റ്റസ്റ്റ് ഏതാണ്, ഏറ്റവും സ്പീഡ് പ്രൊപ്പഗേഷൻ കുറവുള്ളത് ഏതാണെന്നുള്ളത് നോക്കുക. ഇനി അടുത്തത് സെൽസ് ആൻഡ് ബാറ്ററീസ് പഠിക്കുമ്പോൾ അതിൽ പ്രൈമറി ബാറ്ററീസും ഉണ്ട്, സെക്കൻഡറി ബാറ്ററീസും ഉണ്ട്. പ്രൈമറി സെൽസ് വരുമ്പോൾ ഡാനിയൽ സെൽ, ലെക്ലാൻഷ്യ സെൽ അങ്ങനെ ഉള്ള സെൽസ്. പിന്നീട് നമ്മൾ പഠിക്കേണ്ടതാണ് ഈ സെക്കൻഡറി ബാറ്ററീസ് വരുമ്പോഴത്തേക്കും അതിൽ ലിഥിയം അയോൺ, നിക്കൽ, കാഡ്മിയം പോലുള്ള ബാറ്ററീസിനെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി വന്നിട്ട് റിലേസ്, സ്വിച്ചസ് പറയുമ്പോഴത്തേക്കും അതിൽ SPST, അതായത് സിംഗിൾ പോൾ സിംഗിൾ ത്രോ, DPST ഡബിൾ പോൾ സിംഗിൾ ത്രോ, അങ്ങനെയുള്ള സ്വിച്ചുകളെ കുറിച്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് തിയററ്റിക്കലി ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ഫൈനലി വരുമ്പോഴാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറും പിന്നെ കണക്ടേഴ്സിനെ കുറിച്ചും പഠിക്കേണ്ടത്. അപ്പോൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ പഠിക്കുമ്പോൾ കൂടെ തന്നെ നമ്മൾ ഫ്യൂസിനെ കുറിച്ച് പഠിക്കുക. നമ്മൾ അല്ലാതെ പ്രൊട്ടക്ഷൻ തരുന്ന ഡിവൈസസിനെ കുറിച്ചും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി കണക്ടേഴ്സ്, പലതരത്തിലുള്ള കണക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് കീഡ് കണക്ടേഴ്സ് ഉണ്ട്, അല്ലാതെ USB കണക്ടേഴ്സ് ഉണ്ട്, നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു അവലോകനം നമുക്ക് വേണം. ഇതാണ് നമ്മുടെ മോഡ്യൂൾ സിലബസിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസിൽ ചോദ്യം ചോദിക്കാവുന്ന മേഖലകൾ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്. അപ്പം ഇതിൽ ഓരോ വാക്ക് നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ PN ജംഗ്ഷൻ ഡയോഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡയോഡ്സിന്റെ സകല ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ജെർമേനിയൻ ഡയോഡിനെ കുറിച്ച് പഠിക്കണം, സിലിക്കൺ ഡയോഡിനെ കുറിച്ച് പഠിക്കണം, ദെൻ സെനർ ഡയോഡിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം, പിന്നെ കട്ട് ഇൻ വോൾട്ടേജ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നീട് വരുന്ന പിന്നെ ബ്രേക്ക് ഡൗൺസിനെ കുറിച്ച് പഠിക്കണം, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ, സെനർ ബ്രേക്ക് ഡൗൺ ഉള്ള കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഇനി അതുപോലെ തന്നെയാണ് തൈറിസ്റ്ററും. ഇനി ഡയോഡ്, ട്രയോഡ് പഠിക്കുമ്പോൾ കൂടെ തന്നെ ഡയാക്ക്, ട്രയാക്ക് പോലുള്ള കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് പറയുമ്പം അതിൽ BJTനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ BJTയിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ പല കോൺഫിഗറേഷൻസും കാര്യങ്ങളും പഠിക്കണം. അതിൻ്റെ അനാലിസിസ്, പിന്നെ H പാരാമീറ്റേഴ്സ് പഠിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഈ പിന്നീട് പഠിക്കാനുള്ളത് ട്രാൻസിസ്റ്റേഴ്സിന്റെ പല കോൺഫിഗറേഷൻസ് പഠിക്കുമ്പോൾ കൂടെ തന്നെ അതിൽ ആൽഫ ബീറ്റ റിലേഷൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വരുമ്പോഴേ ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ തന്നെ പലതരത്തിലുള്ള ആംപ്ലിഫയേഴ്സ് ഉണ്ട്. വോൾട്ടേജ് ആംപ്ലിഫയർ ഉണ്ട്, കറണ്ട് ആംപ്ലിഫയർ ഉണ്ട്, പവർ ആംപ്ലിഫയർ ഉണ്ട്, പിന്നെ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് AB. അപ്പം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ക്ലാസ് A ആംപ്ലിഫയർ ഫ്രീക്വൻസി എന്താണെന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ചോദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. പിന്നീട് നമ്മൾ ഇതെല്ലാം പഠിക്കുമ്പോൾ കൂടെ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ കൂടെ തന്നെ നമ്മൾ FET, പിന്നെ മോസ്ഫെറ്റിനെ കുറിച്ചും നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അത് വളരെ എവിഡന്റ് ആണ്. നമ്മൾ ഇങ്ങനെ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ BJT മാത്രമല്ല, മോസ്ഫെറ്റ്, FET, CMOS എല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട്. പിന്നീട്
അടുത്തത് വരുന്നത് ഓസിലേറ്റർ ആണ്. ഓസിലേറ്റർ വരുമ്പോൾ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സും ഉണ്ട്, നോൺ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സും ഉണ്ട്. അപ്പൊ രണ്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിൽ കോൾപിറ്റ്സ് ഓസിലേറ്റർ ഉണ്ട്, പിന്നെ അടുത്തത് വീൻബ്രിഡ്ജ് ഓസിലേറ്റർ ഉണ്ട്, പിന്നെ UJTs ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ നന്നായിട്ട് പഠിക്കണം. പിന്നെ മൾട്ടി വൈബ്രേറ്റർ വരുമ്പോൾ നമുക്ക് മാസ്റ്റേബിളും മൾട്ടി വൈബ്രേറ്ററിനെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. മോണോസ്റ്റേബിൾ പഠിക്കണം. പിന്നീട് കൗണ്ടേഴ്സ് പഠിക്കുമ്പോൾ കൂടെ തന്നെ നിങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ റെക്ടിഫയേഴ്സിൽ ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്. രണ്ടും നന്നായിട്ട് ഓപ്പറേഷൻ പഠിക്കുക. അതുപോലെ തന്നെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ പഠിക്കുക. ഇനി അടുത്തത് ഇൻവേർട്ടർ ആൻഡ് UPS. ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻവേർട്ടർ ആൻഡ് UPS ഇത്രയും പോർഷൻസ് ഉള്ളതുകൊണ്ട് വലുതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതല്ല ഈ പാർട്ടിൽ നിന്ന്. ബാക്കി കാര്യങ്ങൾ PN ജംഗ്ഷൻ ഡയോഡ് പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഈ ഒരു സബ്ജക്റ്റിൽ. ഓക്കെ ഓക്കെ നമുക്ക് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ നമുക്ക് നമ്പർ സിസ്റ്റംസ്, അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം തൊട്ട് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വൺ നമ്പർ സിസ്റ്റം ടു അതർ നമ്പർ സിസ്റ്റം കൺവേർഷൻസ് വളരെ 8 കോഡ്സ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. 8421 കോഡ് പഠിക്കുക, BCD കോഡ് പഠിക്കുക, ഗ്രേ കോഡ് ടു ബൈനറി കോഡ് പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്പർ സിസ്റ്റം പഠിക്കുമ്പോൾ കൂടെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് വരുന്നതാണ് ബൂളിയൻ ആൾജിബ്ര. ബൂളിയൻ ആൾജിബ്ര വരുമ്പോഴത്തേക്കും ഡിമോർഗൻസ് ലോ അറിയണം, ബൂളിയൻ ആൾജിബ്ര റിഡക്ഷൻ അറിയണം. പിന്നീട് നമ്മൾ ബൂളിയൻ ആൾജിബ്ര പഠിക്കുമ്പോഴും കൂടെ തന്നെ K-മാപ്പ് കൂടെ പഠിക്കുക. K-മാപ്പ് വെച്ച് റിഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടെ പഠിക്കേണ്ട അത്യാവശ്യമാണ്. പിന്നീട് വരുന്നത് ലോജിക് ഗേറ്റ്സ് ആണ്, യൂണിവേഴ്സൽ ഗേറ്റ്സ്, നാൻഡ് ഗേറ്റ്സ്. നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് യൂസ് ടു റിയലൈസ് ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നീട് വരുന്നത് നോർ ഗേറ്റ്സ്, എക്സോർ ഗേറ്റ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാവുന്നതാണ്. ഇനി വരുന്നതാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് വരുമ്പോഴത്തേക്കും ഡീകോഡർ, എൻകോഡർ, മക്സ് പോലുള്ള കാര്യങ്ങളാണ്. ഇതിൽ തന്നെ നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് നമ്പർ ഓഫ് 4:1 മക്സ് യൂസ് ടു റിയലൈസ് 16:1 മക്സ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സീക്വൻഷ്യൽ ലോജിക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ കുറിച്ച് പഠിക്കുന്നു, ലാച്ചിനെ കുറിച്ച് പഠിക്കുന്നു, SR ലാച്ചിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നീട് അതിൻ്റെ റിഡക്ഷനും കാര്യങ്ങളും എല്ലാം പഠിക്കുന്നത് സീക്വൻഷ്യൽ ലോജിക്കിലാണ്. സീക്വൻഷ്യൽ ലോജിക്കിൽ പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ADC കൺവേർട്ടർ, A to D, D to A കൺവേർട്ടർ പഠിക്കുന്നത്. അതിൽ സ്ലോപ്പ്, ഡ്യുവൽ സ്ലോപ്പ് പഠിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെയാണ് കൗണ്ടേഴ്സ് നമ്മൾ പഠിക്കേണ്ടത്. കൗണ്ടേഴ്സ് പഠിക്കുമ്പോഴത്തേക്കും പല മോഡ് 5 കൗണ്ടർ, പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ, അങ്ങനെ പലതരത്തിലുള്ള കൗണ്ടേഴ്സും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അത്യാവശ്യം നമുക്ക് എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മറ്റ് സബ്ജക്ട്സിനെ അപേക്ഷിച്ച് ദിസ് ഇസ് വെരി ഈസി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് തുടങ്ങാൻ ഒരു ഈസിന് വേണമെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എടുക്കാവുന്നതാണ്. അത് മാത്രമല്ല നല്ല വെയിറ്റേജും ഉണ്ട്. 14 മാർക്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ചോദിച്ചത്. പെട്ടെന്ന് നമുക്ക് തെറ്റിക്കാണ്ട് മാർക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഈ ബൂളിയൻ ആൾജിബ്രയെന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായാലും ഷുവർ ആയിട്ടുള്ള ഒരെണ്ണമാണ്. അതുപോലെ തന്നെയാണ് നമ്പർ സിസ്റ്റം റിഡക്ഷൻ, വളരെ ഈസി ആയിട്ട് മാർക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റാവുന്നതാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാനും സാധ്യത ഉള്ളതാണ്. അപ്പൊ അത് നല്ല ഇതായിട്ട് പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കാണ് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സബ്ജക്റ്റ് ആണ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഓപ്പാംസിനെ കുറിച്ചാണ്. ഓക്കെ, ഞാൻ ഡയോഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡയോഡ്സിന്റെ ആപ്ലിക്കേഷൻ ബേസ് പഠിക്കേണ്ടതാണ്. ക്ലിപ്പിംഗ് ക്ലാമ്പിംഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പാമ്പ് വെച്ചിട്ട് നമുക്ക് ഓപ്പാമ്പിൽ ലോഗരിതമിക് ആംപ്ലിഫയർ പഠിക്കണം. പിന്നീട് അതേപോലെ ലീനിയർ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ ലോഗരിതമിക് ആംപ്ലിഫയർ നമുക്ക് പഠിക്കണം. ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ പഠിക്കണം. പിന്നീട് വരുന്നത് നോൺ ലീനിയർ ആപ്ലിക്കേഷൻസ്, മൾട്ടി വൈബ്രേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കണം. ആംപ്ലിഫയർ ഓപ്പാമ്പ് വെച്ചിട്ട് എങ്ങനെ ഇതിനെ കുറിച്ച് റിയലൈസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട്. ദെൻ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് വരുമ്പോൾ സെനർ റെഗുലേറ്റർ പഠിക്കാം, സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ, ഷണ്ട് റെഗുലേറ്ററിനെ കുറിച്ചും നമ്മൾ പഠിക്കണം. ടൈമേഴ്സ് വരുമ്പോൾ 555 ICയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. PLLനെ കുറിച്ച് പഠിക്കുമ്പോൾ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. PCOനെ കുറിച്ച് നമ്മൾ പഠിക്കണം. പിന്നെ CMRR എന്താണെന്ന് പഠിക്കണം, സ്ലീവ് റേറ്റ് എന്താണെന്ന് പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ LIC പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഒരു ഇതുപോലെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പോർഷൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. അതിലെ ഇൻട്രൊഡക്ഷൻ ഓഫ്
ടു മൈക്രോ പ്രോസസർ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ആർക്കിടെക്ചർ ബേസിക്കലി അറിയണം. പിന്നെ അതിൽ രജിസ്റ്റേഴ്സിന്റെ സൈസ് അറിയണം, അക്യുമുലേറ്ററിനെ കുറിച്ച് പഠിക്കുക. പിന്നെ 8085ന്റെ എത്ര ബിറ്റ് ആണെന്നുള്ളത്, ഡാറ്റാബേസ് വെച്ചിട്ടാണ് എത്ര ബിറ്റ് സൈസ് ആണെന്നുള്ളത് കണക്കാക്കുന്നത്. 8085, 86 എല്ലാം എത്ര ബിറ്റ് ആണ് എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. അഡ്രസ് ബസ്സിനെ കുറിച്ച് പഠിക്കണം, പിന്നെ ഡാറ്റാബേസിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ALU പഠിക്കണം, പിന്നെ അതിൽ ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സിനെ കുറിച്ച് ടിപ്പിക്കലി പഠിക്കണം. സ്റ്റാക്ക് പോയിന്റിനെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോൾ പഠിക്കുക. പിന്നീട് അസംബ്ലി ലാംഗ്വേജ് വരുമ്പോഴത്തേക്കും ഓപ്പ് കോഡിനെ കുറിച്ച് പഠിക്കുക, ഓപ്പറന്റിനെ കുറിച്ച് പഠിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു LDA എന്ന് പറഞ്ഞാൽ ലോഡ് അക്യുമുലേറ്റർ ആണ്, അതൊക്കെ എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മൈക്രോ കൺട്രോളേഴ്സിനെ കുറിച്ച് അതുപോലെ തന്നെയാണ്. മൈക്രോ കൺട്രോളേഴ്സിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള ബസ്സുകൾ, സാറ്റ എന്ന് പറയുന്ന ബസ് എന്താണ്, എന്ത് കേബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള എതർനെറ്റ് കേബിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചും ജസ്റ്റ് പെരിഫറൽസ് പറയുന്നത് കൊണ്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഇപ്പം FTP കണക്ടേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇതിന്റെ കൂട്ടത്തിലും ചോദിക്കാവുന്നത് ആണ്. അതുപോലെ തന്നെയാണ് മൈക്രോ കൺട്രോളർ 8051ന്റെ ആർക്കിടെക്ചർ, പിൻ നമ്പർ, പിന്നെ പിൻ കോൺഫിഗറേഷൻസ്, അതെല്ലാം നിങ്ങൾ പിൻ ഡയഗ്രാം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. എത്ര പിന്നാണുള്ളത്, അത്രയും കാര്യങ്ങളാണ് ഈ മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളറിൽ നോക്കേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോണിക് മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയാം. അപ്പൊ അതിൽ നമുക്ക് മെഷറിംഗ് സിസ്റ്റംസ് പഠിക്കുമ്പോൾ ബേസിക്കലി നിങ്ങൾ പഠിക്കേണ്ട മൾട്ടിമീറ്റർ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. മൾട്ടിമീറ്ററിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ്സ് പഠിക്കേണ്ടതുണ്ട്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ് പഠിക്കുമ്പോൾ തന്നെ കുറച്ച് ടെർമിനോളജീസ് നിങ്ങൾ അറിയേണ്ടത്, റേഞ്ച് എന്താണ്, അക്യൂറസി എന്താണ്, പ്രിസിഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പലതരത്തിലുള്ള എറേഴ്സിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഒരു ഇൻസ്ട്രുമെന്റിന്റെ പർട്ടിക്കുലർ ഫീച്ചേഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ കൂടെ ജസ്റ്റ് നിങ്ങൾ അറിയണം. പിന്നീട് നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ടതാണ് റേഞ്ച് എക്സ്റ്റൻഷൻ മെത്തേഡ്സ്. അതിന് മുന്നേ നമ്മൾ അമീറ്റർ എന്താണ്, വോൾട്ട് മീറ്റർ എന്താണ്, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് ഇതിനെക്കുറിച്ച് പഠിക്കണം. അതിൽ എന്നിട്ട് ഇതിന്റെ റേഞ്ച് എക്സ്റ്റൻഷൻ മെത്തേഡ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, പാരലൽ ആയിട്ട് കണക്ട് ചെയ്താണ് ഇതിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. പിന്നീട് നമ്മൾ ബേസിക് മെയിൻ ടോപ്പിക്കാണ് CRO എന്ന് പറയുന്നത്. അപ്പോൾ CROയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ, ഫോസ്ഫർ കോട്ടിങ്ങിനെ കുറിച്ച്, പിന്നെ ഇലക്ട്രോൺ ഗൺ, അതിനെക്കുറിച്ച്, അതിന്റെ പാർട്സിനെ കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ LCD LED പാനൽസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുക. ഇതുപോലെ തന്നെ അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ എന്തൊക്കെ മെറ്റീരിയൽ ആണ്, അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളത് നമ്മൾ പഠിക്കുക. ഇനി ട്രാൻസ്ഡ്യൂസേഴ്സ് വരുമ്പോൾ അതിൽ തെർമോകപ്പിൾ, തെർമിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഫോട്ടോ റിയാക്ടിങ് മെറ്റീരിയൽസും ഉള്ളത് നമ്മൾ നോക്കുക. ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള സെൻസേഴ്സ് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ട്രാൻസ്ഡ്യൂസേഴ്സിൽ പഠിക്കേണ്ടതാണ്. ഇത് നല്ല തിയറട്ടിക്കൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ്. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ആദ്യം നിങ്ങൾ എവല്യൂഷനെ കുറിച്ച് പറയണം, എവല്യൂഷൻ ഓഫ് ഇന്റർനെറ്റ്. പിന്നീട് അതിൽ ഫസ്റ്റ് ജനറേഷൻ തൊട്ട് 5th ജനറേഷൻ വരെയുള്ള ആ ഒരു നമ്മുടെ ഒരു എവല്യൂഷനെ കുറിച്ച് പറയണം. ഈ മൊബൈൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നീട് അതിൽ അത്രയും ശ്രദ്ധിക്കേണ്ടത് 2.5G എന്താണെന്നുള്ളത് പഠിക്കണം. 2.75 എഡ്ജ് അതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നീടുള്ളത് GPRS എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ഇനി അടുത്തത് വരുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ബേസിക്കലി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ്, ട്രാൻസ്മിറ്റർ, ചാനൽ, പിന്നെ ഒരു റിസീവറും കാണും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു അവലോകനം നിങ്ങൾക്ക് വേണം. ഇനി അടുത്തത് പലതരത്തിലുള്ള മോഡുലേഷൻ ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. AM ഉപയോഗിക്കുന്നുണ്ട്, FM ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ AM FM നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ PM ഉണ്ട്, AM FM നിങ്ങൾ കാര്യമായിട്ട് നോക്കുക. മോഡുലേഷൻ ഇൻഡെക്സ് ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അടുത്തത് വരുന്നത് വേവ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പോൾ അതിൽ സ്കൈ വേവ്സ്, ലൈൻ ഓഫ് സൈറ്റ്, ഗ്രൗണ്ട്
സൗണ്ട് വേവ്സ്, പിന്നെ ട്രാൻസ്മിഷൻ റിസപ്ഷൻ ആൻറ്റിനാസ് ഉണ്ട്. ആൻറ്റിനാസ്, പലതരത്തിലുള്ള ആൻറ്റിനാസിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നീട് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. റേഡിയോ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്ത വരുന്നത് പലതരത്തിലുള്ള ആൻറ്റിനാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ യാഗിയുടെ ആൻറ്റിന എന്താണ്, പാരബോളിക് ആൻറ്റിന എന്താണ്, ഡൈപോൾ ആൻറ്റിന എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ സബ്ജക്ട്സിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് അതിൻ്റെ ഒരു കോറ് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാലും മതിയാവും. ഇനി അടുത്ത ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റം വരുമ്പോഴത്തേക്കും അതിൽ നമ്മൾ എന്തൊക്കെയാണുള്ളത്, ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഒരു മൈക്ക് കാണും, ഒരു മിക്സർ കാണും, ആംപ്ലിഫയർ കാണും, പിന്നെ സ്പീക്കേഴ്സ് കാണും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ റഡാർസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ബേസിക്കലി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കേണ്ടത് GSM നെറ്റ്വർക്കിനെ കുറിച്ച് പഠിക്കണം, CDMA എന്താണെന്നുള്ളത് പഠിക്കണം, പിന്നെ നമ്മുടെ ടവറിനെ കുറിച്ച് BSS എന്താണ് എന്നുള്ളത് പഠിക്കണം. പിന്നീട് അടുത്തത് കോൺസെപ്റ്റ് ഓഫ് സെൽസ് ആൻഡ് ഫ്രീക്വൻസി റീയൂസ് എന്താണെന്നുള്ള കാര്യങ്ങളും നമ്മളിതിൽ പഠിക്കേണ്ടതുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, കുറച്ച് ബേസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു വിഷയമാണിത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക് ആണ്. ഇതിൽ നമ്മൾ ബേസിക്കലി പഠിക്കേണ്ടത് OSI ലേയേഴ്സ് ആണ്. ഓക്കെ, OSI ലേയേഴ്സ് ആണ് നമ്മൾ ബേസിക്കലി പഠിക്കേണ്ടത്. അതിൽ തന്നെ പിന്നീട് നമ്മൾ പഠിക്കേണ്ട ഹാർഡ്വെയർ ആൻഡ് ഇന്റർഫേസ്, അതെന്ന് പറയുന്നത് ഫിസിക്കൽ ലെയറിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്, അതായത് കോയാക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ, പിന്നെ അല്ലാതെ നമ്മുടെ ട്വിസ്റ്റഡ് പെയേഴ്സ്, UTPയും STPയും, ഷീൽഡും അൺഷീൽഡും ട്വിസ്റ്റഡ് പെയേഴ്സിനെ കുറിച്ച് പഠിക്കണം. അത് ഹാർഡ്വെയർ ആൻഡ് ഇന്റർഫേസ്. പിന്നീട് അടുത്തത് നെറ്റ്വർക്ക് ആൻഡ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. അതിൽ നെറ്റ്വർക്സിനെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾ TCP പ്രോട്ടോകോൾ ആണ്, പിന്നെ UDP പ്രോട്ടോകോൾസ്, SMTP, പലതരത്തിലുള്ള പ്രോട്ടോകോൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീട് LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഇതിൻ്റെ റേഞ്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് വർക്കിംഗ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇതിൽ UDP, TCP, FTP, SMTP ഇങ്ങനെയുള്ള പ്രോട്ടോകോൾസ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന HTTPS പോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. HTTP എന്താണെന്ന് പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ഈ ഏത് ലെയറിലാണ് ഇത് വരുന്നത് എന്നുള്ളതും ചോദിക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. നമുക്ക് കുറച്ച് ശകലം വെയിറ്റേജ് കുറഞ്ഞതാണ്. അതിൽ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് പഠിക്കുക, ഫണ്ടമെന്റൽസ് ഓഫ് C, അതിൽ പലതിൻ്റെ സിൻടാക്സ് പഠിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ printf, scanf, അതുപോലെ എല്ലാത്തിൻ്റെ സിൻടാക്സ് നമ്മൾ പഠിക്കുക. പിന്നെ അടുത്തത് ഓപ്പറേറ്റേഴ്സ്, സിയിലുള്ള ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുക, CPPയിലുള്ള ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുക, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ളത് പഠിക്കുക. പിന്നെ ഫോർ ലൂപ്സ്, ഇഫ്, അതുപോലുള്ള കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ നോക്കുക. ഇനി അതുപോലെ തന്നെ പല ഫങ്ഷൻസ് സിയിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്, മെയിൻ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. പിന്നെ അറേനെ കുറിച്ച് പഠിക്കണം, സ്ട്രിങ്സ്, പിന്നെ പോയിന്റേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ഫയൽ സ്ട്രക്ചറും, പിന്നെ DBMS എന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ DBMS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് മിക്കവാറും ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ DBMS ബേസ്ഡ് ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ. ഓക്കെ, ഫൈനലി നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം അതിൽ DC സർക്യൂട്ട്സ് നമ്മൾ പഠിക്കുമ്പോൾ ബേസിക് പാരാമീറ്റേഴ്സ് എന്താണ്, വോൾട്ടേജ്, കറണ്ട്, പവർ, റെസിസ്റ്റൻസിൻ്റെ പലതരം കണക്ഷൻസ്, അതായത് സീരീസ് പാരലൽ കണക്ഷൻസ് കൊണ്ട് നമുക്ക് എന്തായിരിക്കും ഫൈനൽ റെസിസ്റ്റൻസ് കിട്ടുക എന്നുള്ളത്. പിന്നെ വോൾട്ടേജ് കറണ്ട് ഡിവിഷൻ പ്രിൻസിപ്പിൾസ് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഓംസ് ലോ എന്താണെന്ന് പഠിക്കണം. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, കിർച്ചോഫ്സ് കറണ്ട് ലോ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അടുത്തത് AC ഫണ്ടമെന്റൽസ് നമ്മൾ പഠിക്കുമ്പോൾ കൂടെ തന്നെ RLC സർക്യൂട്ട്സ് പഠിക്കുക, RL സർക്യൂട്ട്, പിന്നെ RC പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വരുന്നതാണ് നമുക്ക് 3 ഫേസ് സിസ്റ്റംസ് നിങ്ങൾ പഠിക്കണം. പിന്നെ നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട്സിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും MMF പഠിക്കേണ്ട കാര്യമുണ്ട്. ഫ്ലക്സിനെ കുറിച്ച് അറിയണം. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, ഫാരഡേസ് ലോ, ലെൻസ് ലോ, പിന്നെ RMS വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ തെർമൽ ആൻഡ് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പഠിക്കുമ്പോൾ കൂടെ തെർമോകപ്പിൾ പഠിക്കണം. ഡാനിയൽ സെല്ല്, ലെക്ലാൻഷ്യൻ സെല്ല് പോലുള്ള കാര്യങ്ങൾ നമ്മളൊന്നും കൂടെ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്.
പിന്നെ എർത്തിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈറ്റ്നിങ് അറസ്റ്റർ, പിന്നെ മെയിൻ്റനൻസ് ടെസ്റ്റിംഗ് ഡിവൈസസിനെ കുറിച്ച് പഠിക്കുക. പിന്നെ അടുത്തത് സർക്യൂട്ട് ബ്രേക്കർ, ഒന്നും കൂടെ ഇതിൽ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കൂടെ പഠിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഉള്ള പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എക്സാമിന് ഈ ഒരു വെയിറ്റേജ് അനുസരിച്ചിട്ട് ഓരോ പോർഷൻസും ഡിവൈഡ് ചെയ്ത് ഇത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്ത് പഠിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഇത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.